നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദേശ രാജ്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്തിനെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി. വിമാനത്താവളം തുറന്ന രാജ്യങ്ങളിലേക്ക് പോകാൻ ഇന്ത്യയിൽ നിന്ന് അനുമതി നൽകുന്നതിൽ വിസ കാലാവധിയുടെ പേരിലുള്ള നിയന്ത്രണം സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണം നൽകാനും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, വിദേശകാര്യ മന്ത്രാലയം, വ്യോമയാന മന്ത്രാലയം തുടങ്ങിയ എതിർകക്ഷികളോട് ജസ്റ്റിസ് അനു ശിവരാമൻ നിർദ്ദേശിക്കുകയുണ്ടായി. 3 മാസത്തെയെങ്കിലും വിസ കാലാവധി ശേഷിക്കുന്ന ഇന്ത്യക്കാർക്ക് മാത്രം വിദേശയാത്രയ്ക്ക് അനുമതി നൽകുന്ന വിസ നയം ചോദ്യം ചെയ്ത് കോഴിക്കോട് സ്വദേശി ഫസലുർ റഹ്മാൻ, ഡൽഹി KMCC സെക്രട്ടറി, മലപ്പുറം മുഹമ്മദ് ഹലീം ഷമീം എന്നിവർ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. അന്തർദേശീയ യാത്രാനുമതി ബന്ധപ്പെട്ട് മെയ് 24 പ്രഖ്യാപിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോളിൽ ഭേദഗതി വരുത്തി ജൂൺ 1 പുറപ്പെടുവിച്ച ഓഫീസ് മെമ്മോറാണ്ടം പിൻവലിക്കണമെന്നും നിയന്ത്രണങ്ങളും ഉപാധികളുമില്ലാതെ ഹർജിക്കാരടക്കമുള്ളവർക്ക് വിദേശത്തേക്ക് യാത്ര അനുവദിക്കാൻ ഉത്തരവിടണമെന്നുമാണ് ഹർജിയിലെ ആവശ്യമെന്നത്. അതേസമയം കോവിഡ് നെഗറ്റീവായ എല്ലാ പൗരന്മാർക്കും പ്രവാസികൾക്കും വിദേശയാത്രയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ് UAE. നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, വിദേശകാര്യ മന്ത്രാലയം, ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് എന്നിവ സംയുക്തമായാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറത്തുവിട്ടത്. UAE വിമാനത്താവളങ്ങളിലും യാത്ര പോകുന്ന രാജ്യങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ള പ്രതിരോധ മുൻകരുതൽ നടപടികൾ പാലിക്കണം. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നിർബന്ധമായും കോവിഡ് പരിശോധന നടത്തണം. സർട്ടിഫിക്കറ്റാണ് കൈവശം സൂക്ഷിക്കേണ്ടത്. കോവിഡ് പരിശോധനയിൽ നെഗറ്റീവായവർക്ക് മാത്രമാണ് അനുമതി നൽകുന്നത്. ഇതിനു പുറമെ ഇവർക്ക് യാത്രാ കാലയളവിൽ അന്താരാഷ്ട്ര ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉണ്ടാവണം. UAE പൗരന്മാർ യാത്ര ചെയ്യുമ്പോൾ ആശയവിനിമയം സാധ്യമാകുന്നതിന് തൗജൂദിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു. അതേസമയം പ്രവാസികളുടെ മടക്കയാത്രയ്ക്കും നിർദ്ദിഷ്ട മാർഗനിർദ്ദേശങ്ങൾ ബാധകമായിരിക്കുകയാണ്. അംഗീകൃത ലാബ് സൗകര്യമുള്ള രാജ്യങ്ങളിൽ നിന്ന് UAEയിലേക്ക് മടങ്ങുന്നവർ യാത്രയ്ക്ക് മുമ്പ് കോവിഡ് പരിശോധന നടത്തണമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം തന്നെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഗുരുതര രോഗങ്ങളുള്ളവരും സുരക്ഷ മുൻനിർത്തി യാത്ര ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.